ആരും കാണുന്നില്ലേ? ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലേ? ഈ ചതി ചെയ്ത ഏവനാണെങ്കിലും ശരി അവനെ ഞാൻ കൊല്ലും. ചേട്ടാ ഒന്ന് സമാധാനപ്പെടും. താൻ പോടോ. ഇതെന്താ എന്റെ വീട്ടിലല്ലല്ലോ ആന നിൽക്കുന്നത്, എന്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്. ചേടാ അത് സരസമ്മേ സരസമ്മേ നീ ഒന്ന് പിന്നെ വിളി. അതിലും വലിയ പ്രശ്നമാണ് ഇവിടെ. എന്താ 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 ഇവിടെ പ്രശ്നം? എന്തോ ഇത് തന്നെയാണ് പ്രശ്നം. നീ ആനയും വാങ്ങിയോ? അല്ല ഇതെങ്ങനെ ഇവിടെ വന്നു? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. മെമ്പർ തന്നെ പറ, ഇത് ആര് ചെയ്തതാണെങ്കിലും കൊലച്ചതിയല്ലേ? സംഭവം കൊലച്ചതി തന്നെ. പക്ഷെ ഇത് കണ്ടില്ലേ, വാഴ കൊലച്ചതി. എന്റെ 120 മൂട് വാഴ, അതും കൊലച്ചത്. തെങ്ങ്, പ്ലാവ് എല്ലാം നശിപ്പിച്ചിട്ടിരിക്കല്ലേ ഈ പണ്ടാറ ആന. ഭഗവതി, ഈ വീട് പൊളിക്കാതിരുന്നത് ഭാഗ്യം. എന്നാലും ഇതേതാനയാ? ഗുരുവായൂർ കേസ് പോടും. എന്റെ ബലമായ സംശയം ഏതോ തൊഴുത്തി കെട്ടിയിരുന്നപ്പോ കയറിഞ്ഞു വന്ന പശുവല്ല മെമ്പറെ, ആനയാ. ആന ആന മെലിഞ്ഞ ആരെങ്കിലും തൊഴുത്തി കെട്ടുവോ? പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. പോടായിരുന്നു. എന്നാലും ഒരാന വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വന്നാ ഇതെവിടെ നിന്ന് വന്നതായിരിക്കും? അത് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ മെമ്പറെ വിളിച്ചു വരുത്തോ? ഒന്ന് തന്നെ. അതെ, ഇത് നാട്ടാനയാണോ കാട്ടാനയാണോ? കുഴിയാന. മന്ദബുദ്ധി മെമ്പർ, ഏതാനയാണെങ്കിലും ഇതിനെ ഒന്ന് ഒഴിവാക്കി തരാമോ? പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്തിന് ആനയെ ഏറ്റെടുക്കാൻ വകുപ്പില്ല. പിന്നെ വേണമെങ്കിൽ പഞ്ചായത്ത് ബ്ലോക്കിനെ അറിയിക്കണം. അറിയിക്കേ. ബ്ലോക്കിനെ അറിയിച്ചാൽ അവര് ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചോളും. പിന്നെ കാര്യങ്ങൾ പെട്ടപ്പെട്ടാന്നായിരിക്കും. ജില്ലാ പഞ്ചായത്ത് ജില്ലാ കളക്ടറെ അറിയിക്കും. കളക്ടർ വനം വകുപ്പ് സെക്രട്ടറി അറിയിക്കും. സെക്രട്ടറി ചുമ്മാ ചൊറിയും കുത്തിയിരിക്കോ? ഉടൻ തന്നെ വനം വകുപ്പ് മന്ത്രിയെ അറിയിക്കും. മന്ത്രിയാണ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത്. ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ തന്നെ ചീഫ് സെക്രട്ടറി ഓർഡർ ഇടും, ആനയെ ഏറ്റെടുത്തോളാം. ഇത്രേ ഉള്ള സംഭവം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇതൊക്കെ ആയി വരാൻ 1.5 വർഷം എടുക്കും. മെമ്പർ എങ്ങനെ വന്നത്? ആട്ടോയില് തിരിച്ച് നടന്നു പോയാ മതി. ഇതെന്ത് വർത്തമാനം? അതെങ്ങനെയാ പോകുന്നത്? മിനിമം ബ്ലോക്കിലെങ്കിലും അറിയിക്കണ്ടേ? പരമേശ്വര നിൽക്ക് ഒന്ന് നിന്നേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? തൽക്കാലം ആന ഇവിടെ നിൽക്കട്ടെ. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. എന്നാ നമുക്ക് കാപ്പി കുടിച്ചിട്ട് ആലോചിക്കാം. വേണ്ട അല്ലേ? മെമ്പർ ആക്കിയവരെ വേണം തല്ല. അപ്പൊ പരമേശ്വരൻ തന്നെ അടിക്കേണ്ടി വരും. വീടാന്ന് തോന്നുന്നു. ഭഗവാനെ, മുതലാളി ദാ നിൽക്കുന്നു. മുതലാളി ആന വിളിച്ചോണ്ട് പോയിക്കോ. എന്റെ പൊന്നാനെ, നീ എന്നെ തീ തീറ്റി കളഞ്ഞല്ലോ. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. എന്നാ ഞാൻ പോട്ടെ. എവിടെ തീരാൻ? അല്ല, എന്താ പ്രശ്നം? എന്റെ ആനയെ ഞാൻ കൊണ്ടുപോകും. അതെ, അപ്പൊ എനിക്ക് പറ്റിയ നാശനഷ്ടം ആര് തരുമെന്ന് പറ. അതാ ഇവൻ തരും. ഞാനാ? പിന്നെ നീയല്ലേ ആനയെ ഇവിടെ കൊണ്ട് അതെ, ഈ ആനയൊക്കെ ഇവിടെ കൊണ്ട് കെട്ടിയത് ഞാനാ. പക്ഷെ ഉടമസ്ഥ മുതലാളിയാണല്ലോ. അപ്പൊ മുതലാളി വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ? എന്റെ തനിസ്വഭാവം എടുപ്പിക്കരുത് എന്നെ കൊണ്ട്. വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. ആന വിളിച്ചോണ്ടോ? ഇപ്പൊ കൊണ്ടുവരാ. നീങ്ങി വാ. എന്ത്? മേലാലി ആനയെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടിക്കളയും. നീ ആനയെ കൂട്ടി വാ. സുഖു ആനയെ വിളിച്ചോണ്ട് പോകും. എല്ലാ പ്രശ്നങ്ങളും എല്ലാരും പിരിഞ്ഞു പോകണം. എല്ലാ പ്രശ്നവും ഞാൻ ഞാനുണ്ടല്ലോ അവിടെ. ആനയും പോട്ടെ പോട്ടെ. അപ്പൊ നമ്മുടെ കാര്യം എങ്ങനാ? എന്ത് കാര്യം? എന്ത് കാര്യമെന്നോ? എല്ലാം ഞാൻ ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും ചോന്നേ. എന്തുവാ? എല്ലാം ഞാൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അതിന്റെ കമ്മീഷൻ. ശരി. വാഴ കുലച്ചത് 110, കൊലച്ചുകൊണ്ടിരിക്കുന്നത് 18. കുലക്കാൻ പോകുന്നത് തേങ്ങാക്കൊല. അതെത്രയാ തേങ്ങാക്കൊല? കേട്ടോ എന്ത് വഴി ഇവര് പറയുന്നത്? എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ ഇവിടുന്ന് ഊരി പോണം. തെങ്ങെട്ട് അതിൽ ഒരെണ്ണം മണ്ട പോയത്. തെങ്ങെട്ടല്ല 10. ആവശ്യത്തിന് ഞാൻ കൂട്ടുന്നുണ്ടല്ലോ, ഒരുപാട് കൂട്ടാൻ നിൽക്കല്ലേ. സോറി, എനിക്ക് തെറ്റുപറ്റിയതാ. തെങ്ങ് 10. അതാ ഞാൻ ആലോചിച്ചു എന്താ കുറഞ്ഞു പോയെന്ന്. അതെ, എല്ലാം കൂടി എത്ര തരണമെന്ന് പറഞ്ഞാ മതി. അതെ, 4 തെങ്ങിനും കുറച്ച് വാഴയ്ക്കും കൂടി എന്ത് കൊടുക്കാനടി? 10-200 കൊടുത്താൽ മതി. പോലെ
അത് ഞങ്ങള് തീരുമാനിച്ചോളാം. ദേ ഇങ്ങോട്ട് വന്നേ. മിണ്ടാതിരിക്കെ. എത്ര ചോദിക്കാം, എത്ര വാങ്ങിക്കാം? അത് തന്നെയല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. സത്യത്തിൽ തന്റെ മൊത്തം എത്ര വാഴ പോയി? സത്യത്തിൽ ഒരു വാഴ ആന കളഞ്ഞില്ല. നീ കൊണ്ടിട്ടിരിക്കുന്ന വാഴയൊക്കെ ഏതാണെന്ന് അറിയാമോ? ഇല്ല. കൊലയ്ക്കാതെ കിടന്ന വാഴയൊക്കെ ഞാൻ കൊണ്ട് തന്നെ ഇട്ടതാ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. താൻ തന്നെ വേണം ഈ പഞ്ചായത്തിന്റെ മെമ്പറാകാൻ. അതെ, എനിക്കൊരു 8,000 രൂപ കിട്ടണം. ശരി, ബാക്കി താനെടുത്ത് ശരിയാക്കി തരാം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കി. വളരെ ഉപകാരം. പുള്ളി ശരിക്കും 15,000 ചോദിച്ചത്. ഞാനത് പറഞ്ഞ് 10,000 ആക്കിയിട്ടുണ്ട്. 4 ഉണക്ക വാഴയ്ക്ക് 2 പേട്ടിനെങ്കിലും 10,000 രൂപയാണ്. അതിന്ന് 1 രൂപ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. താൻ സമ്മതിച്ചിട്ട് എനിക്ക് താഴ്ന്നു പോയോ? മോനെയിരുന്നെങ്കി വന്നേ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കിടന്ന് ചൂടാവുക. ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം. അങ്ങോട്ട് മാറ്. മെമ്പറെ എന്റെ കൂടെ വാ, ഞാൻ കാശ് തരാം. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? മെമ്പർ വരൂ. നിന്നെക്കാൾ വിവരം നിന്റെ ഭാര്യക്കുണ്ട്. ഞാൻ കാശ് മേടിച്ചിട്ട് വരാം. അതും ഇതുമറിയാതെ പണം വന്നു കയറുമ്പോൾ മനമിതു മറിയുന്നതറിയില്ലേ? ഇങ്ങ് വന്നേ. എന്താ സംശയം? ഒന്നുമില്ല, എന്റെ ഭാര്യയെ വെറുതെ കാശിറക്കി വിടും. എവിടെ നിന്നാന്ന് ഒരു പിടിയില്ല. ഒരു പിടിയില്ല. അതെ ചേട്ടാ, സ്വന്തം ഭാര്യയുടെ കയ്യിൽ കാശ് വരുന്ന വഴി ചേട്ടൻ അറിയില്ലെങ്കിൽ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ട് ചേട്ടൻ അറിയും. അയ്യോ! ദാ, ഇത് മേടിക്കാനാണ് നീ ഇവിടെ കറങ്ങി കറങ്ങി നിന്നത്. ഇനി ആനയെ വിൽക്കാനോടെ പറയണടാ. വാസുണ്ണ, എന്താ സംഭവം? ഒരാൾക്കൂട്ടം കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആന കയറിയോ? അതെ, മണി എത്തിയിട്ടുണ്ട്. അയ്യോ, എന്തായാലും നമ്മുടെ വീടിന് മുന്നിൽ ഒരു ആൾക്കൂട്ടം. ഇതെന്തോ ഗുരുതരമായ പ്രശ്നമാണല്ലോ. അയ്യോ. ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് ശിവൻ വല്ല കടുക്കുകയും ചെയ്തോന്നാ. എന്തിന്? അല്ല, നമ്മൾ അവനെ വീടിനെ പുറത്താക്കി വാതിലടച്ചായിരുന്നല്ലോ. ആ വിഷമത്തിൽ വല്ല തൂങ്ങിച്ചാകുവോ മറ്റോ. ഈശ്വര, അടുക്കളയിലാവാതെ ഇരുന്നാ മതിയായിരുന്നു. ഇവക്ക് എന്ത് പറ്റി? അളിയനെ കഴിഞ്ഞും വരുന്നതാണോ അടുക്കള? എന്താ ഇത്? എന്തായാലും വരാനുള്ളത് വന്നു. അനുഭവിക്കാതിനി എന്ത് ചെയ്യും മണി? അളിയാ, ശിവ ചതിച്ചോ? അയ്യോ, ശിവനളി സവായി. ഡേയ്, എന്റെ പൈസ എന്തിനോടെ? ശിവ, അളിയൻ പോയേ. ശിവ, അളിയൻ പോയേ. മണിയേട്ടാ, ശിവനല്ലേ നിക്കുന്നേ? അയ്യേ, നീ ചത്തില്ലേ? ഞാൻ ചത്തില്ല, പക്ഷെ ചത്തേനെ. എന്താ ഇവിടെ ഉണ്ടായത്? അളിയ, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ വീട് പൂട്ടിട്ട് നിങ്ങൾ പോയില്ലേ? അകത്ത് കയറാൻ മാർഗമില്ലാതെ വീടിന് ചുറ്റും നടന്നപ്പോഴാണ് ഞാൻ കണ്ടത്. കാശാണോ? കാശല്ലെന്ന്, ഒരു വലിയ ഇതാണോ? അല്ല, വാഴ പാമ്പല്ല, പാമ്പാടാ. ഒരു വലിയ പാമ്പ് അടുക്കളയുടെ ജനൽ വഴി അകത്തേക്ക് കയറി. എടാ, നിനക്കൊരു കോലെടുത്ത് അതിനൊന്ന് ഓടിച്ചു വിടാൻ മേലായിരുന്നോ? എന്നിട്ട് ഞാൻ പാമ്പ് കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കൂല. അതുകൊണ്ട് അളിയനും ചേച്ചിയും വന്നിട്ടാവാന്ന് വിചാരിച്ചു. കൊന്നാലോ വാസന്തി? പാമ്പിനെ അല്ല, ഇവനെ. അളിയൻ പേടിക്കണ്ട, വാവയെ വിളിച്ചിട്ടുണ്ട്. വാവ ഉടനെ വരും. വാവയാ? ആരുടെ വാവ? ആ ചായക്കടയിലെ ചേച്ചിയില്ലേ, അതിനെ വാവാന്നാ വിളിക്കുന്നത്. എടാ, ചായക്കടയിലെ ചേച്ചിനൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ ഇവിടെ? അയ്യോ അളിയ, ആ വാവയല്ല, പിന്നെ വാവ സുരേഷ്. പുള്ളിക്കാരനെ വിളിച്ചു, ഉടനെ എത്തിക്കോളാന്ന് പറഞ്ഞു. അതുപോലെ പാമ്പിനെ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് നോക്കിയാൽ നിൽക്കൂലല്ലോ, അതുകൊണ്ടാണ് ആളുകൾ തുരുതുരാത്തിക്കൊണ്ടിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ടാർപ്പ വലിച്ചു കെട്ടാം. ഇവിടെ മേശയും കസേരൊക്കെ എല്ലാം ഞാൻ വരുത്തിക്കോളാം. കാശ് നീ കൊടുത്താൽ മതി. ശരിയാ, അത് കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ സോമന്റെ കടയിൽ നിന്ന് കുറച്ച് ചായയും പഴംപൊരിയും ഞാൻ വരുത്തി. പാലപ്പം ഇഷ്ടമല്ലേ നല്ലത്? ആണൊരു അന്തസ്. ഒറ്റ അടി അടിച്ചാണ്ടല്ലോ. ഒരു പാമ്പ് കയറുന്ന പറഞ്ഞ് എല്ലാം കൂടെ എന്നെ കൊല്ലാൻ വന്നിരിക്കുക. ഇനി വാവയല്ല ആര് വന്നാലും അടുക്കള കയറാൻ ഞാൻ സമ്മതിക്കില്ല. നമസ്കാരം. ഞാൻ പഞ്ചായത്ത് മെമ്പർ. നമസ്കാരം. നമസ്കാരം. ബാബാ സുരേഷ്. അതെ, ബാബാ സുരേഷ്. നമസ്കാരം. നമസ്കാരം. ഇവിടെ നമസ്കാരം. വരണം. ഇത് ആരുടെ വീട്? വീട് എന്റെയാ. ആരാ കണ്ടത്? ഞാൻ തന്നെ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒറ്റക്കിട്ടു. പക്ഷെ കാശി ഞാനാ കൊടുത്തു. വീടല്ല, അദ്ദേഹത്തെ ആരാ കണ്ടത്? അയ്യോ, അദ്ദേഹമല്ല, പാമ്പാണ് വീട്ടിൽ കയറിയത്. ഓ, വാവാ സുരേഷ് പാമ്പിനെ അദ്ദേഹം എന്നാ വിളിക്കുന്നത്. ഞാനാണ് പാമ്പദ്ദേഹത്തെ കണ്ടത്. ഇത് ഏതാ ഇനം? നല്ല വിഷമുള്ള ഇനമാ.
അല്ല അതിന് പാമ്പിനെ സാർ കണ്ടോ? പാമ്പിന്റെ കാര്യമല്ല, ഞാൻ അളിയന്റെ കാര്യമാണ് പറഞ്ഞത്. അളിയ എന ഏതാന്നറിയില്ല, പക്ഷെ ആദ്യം കണ്ടപ്പോഴേ എന്റെ കണ്ണിലിട്ട് കയറി. അടുക്കളയിലേക്കാ കയറിയത്. അടുക്കള എവിടെയാ? അവിടെ ഇങ്ങനെയാ? അല്ല അതല്ല, ഇതുവഴി പോയാലും അതുവഴി പോലെ എത്താം. ഇതുവഴി പോവാം. ഇങ്ങനെ അടുക്കള എന്റെ കാശ് കൃഷ്ണ. ആയില്ലെന്നാള് വരെ പാമ്പ് കടിക്കാൻ അന്ധവിശ്വാസമാണ്. ആയില്ലേക്കാര് പാമ്പിനെ കടിക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞു. അതെ എങ്ങോട്ടാ? എന്തോ പറ്റി? ഇടി അടുക്കളക്കകത്ത പാമ്പ്, നീ മാറി. അടുക്കളക്കകത്ത് പാമ്പ് കയറാറില്ല. അടുക്കളക്കകത്ത് പാമ്പ് കയറില്ല. നിന്നോട് ആരാ പറഞ്ഞ? പാമ്പ് പറഞ്ഞു. അതെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാ സമ്മതിക്കില്ല. വേണ്ട സാർ വേണ്ട. സുരക്ഷ പ്ലീസ്, ഇതെന്റെ കുടുംബക്കാരിയാണ്. പാമ്പിനെ പിടിച്ചു, പക്ഷെ കുടുംബക്കാരത്തെ ഇടപെടരുത്. ഈ ചേച്ചിക്ക് എന്താ പ്രാന്തായ? ചേച്ചി അകത്ത് കയറിയിരിക്കുന്ന അളിയനല്ല, പാമ്പാണ്. താക്കോലിക്ക് മേടിച്ച താക്കോൽ മേടിച്ച ഇങ്ങനെ. ഒരു കാര്യമില്ലാതെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞു. സുരേഷ് വാ, സുരേഷ് വാ, വാ. പാമ്പിനെ ഞാൻ വേണം പിടിച്ചേനെ. പിന്നെ വാവാ സുരേഷ് വരുന്നു പാമ്പ് പിടുത്തക്കാരനാണെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞപ്പോ ഞാനങ്ങ് സമ്മതിച്ചെന്നുള്ളൂ. ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം കേട്ടോ, പറയണം. എന്നാ സാറ് പിടിച്ചോ. അല്ല സുരേഷിനെ പിടിച്ചോ, ഞാൻ പിടിച്ചിട്ട് പാമ്പിനെ എന്തെങ്കിലും തോന്നിയാലോ? ആരെങ്കിലും വന്ന് ഈ പുള്ളി ഒന്ന് പിടിച്ചു. ഇല്ല അദ്ദേഹം, ഞാൻ താങ്കളുടെ കാര്യം പറഞ്ഞു. അയ്യോ സൂക്ഷിക്കണം. മിണ്ടാതെ പേടിപ്പിക്കലടാ. ആരെങ്കിലും ഒന്ന് വരണം. ആരെങ്കിലും ഒരാളൊന്ന് കൂടെ വരണേ. പേടിയുണ്ടല്ലേ? ഞാൻ ചെല്ലാം. ഇവള് മതിയോ? വേണ്ട വേണ്ട, പെണ്ണുങ്ങൾ വേണ്ട, സാറ് വരണം. ഞാൻ ഇപ്പൊ വരണം. ഞാൻ പോയ ശരിയാവത്തില്ലെന്ന്. ഞാൻ ശരിയാവത്തില്ല. നിങ്ങൾ എന്നെ തള്ളിവിടല്ലേ? പാമ്പാത്തത് നിങ്ങൾ സുരേഷ് തന്നെ പിടിച്ചോളെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ തള്ളരുത്. മണിയേട്ടാ അരിപ്പട്ടി ഒന്ന് തുറക്കല്ലേ? തുറന്നാ ചിലപ്പോ അതിനകത്ത് കേറും. പിന്നെ ചോറുണ്ടാക്കാൻ പറ്റില്ല. പാമ്പ് കടിച്ച് മരിക്കണോ അതോ ചോറ് തിന്നണോ? കണ്ടോ സുരേഷ? കണ്ടോ? ഇല്ല കണ്ടില്ല. അതിഥി പുറത്തേക്ക് പോയോന്നറിയില്ല. മണിയേട്ടാ അരിപ്പട്ടി. ഓക്കെ, അതിഥി ഉണ്ടോ അവിടെ? അതിഥി ഇല്ല, അദ്ദേഹം ചിലപ്പോ പുറത്തു പോയിട്ടുണ്ടെങ്കിലോ എന്നുള്ളതാണ്. ശരിക്കും നോക്കണോ സുരേഷേ? ശരിക്കും നോക്കുന്നുണ്ട്. ഏത് സൈസുള്ള അതിഥിയാന്ന് പറയാൻ പറ്റില്ല. അതാണ്. അവിടെ ഉണ്ടോ അതിഥി? അതിഥി ഇവിടെ കാണുന്നില്ല. ശരിക്കും നോക്ക്, വാവ നോക്ക്, അവിടെ നോക്ക്. ഞാൻ നോക്കുന്നുണ്ട്, പേടിക്കണ്ട. അവിടെ ഇല്ലല്ലേ? ഇല്ല ഇല്ല. പിന്നെ എവിടെ? ഇവിടെ ഇതിന്റെ അടിയില്. അയ്യോ, അവിടെ അങ്ങനെ ചാടി ഒച്ച ഉണ്ടാക്കല്ലേ. കൃഷ്ണ അവിടെ നോക്ക്. ഇങ്ങനെയുള്ളിടത്താണ് അദ്ദേഹം ഇരിക്കാറുള്ളത്. അനങ്ങരുതേ, അനങ്ങരുത്. എന്താണ് അനങ്ങരുത്? അതിന്റെ അടിയിലുണ്ട്. പേടിക്കണ്ട, അനങ്ങൽ അവിടെ നിന്നോ. മണിയേട്ടാ അരിപ്പട്ടി. അരിപ്പട്ടി ഇവിടെ മനുഷ്യനോ? പിടിച്ചോ സുരേഷേ. അതിഥിനെയൊക്കെ പിടിച്ചോ. പേടിക്കല്ലേ. അയ്യോ സുരേഷേ, പിടിച്ചോ. അയ്യോ പിടിച്ചില്ല. അയ്യോ വാവാ, അയ്യോ വാവേ പിടിക്ക. അയ്യോ പിടിക്ക് വാവേ. പിടിക്ക് വാവേ, പിടിച്ചോ. അളിയോ നിന്നെ പിടിച്ചോ സുരേഷേ. അയ്യോ കൊണ്ടോ മണിയേട്ടാ വേഗം വാ. അദ്ദേഹത്തെ കണ്ടിട്ട് ഇദ്ദേഹം ശബ്ദം കിട്ടില്ല. ഒന്നുമില്ല. നീ അദ്ദേഹത്തെ കണ്ട് പേടിച്ചല്ലേ? അദ്ദേഹം നിന്നെ കണ്ട് പേടിച്ചിരിക്കുക. കുഴപ്പമില്ല, അദ്ദേഹം പാവാ.
മെമ്പറെ നോക്കി നിൽക്കി. അയാളെ സമ്മതിക്കണല്ലേ? ഇത് നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ടുവരുന്ന സ്പെറ്റക്കിൾഡ് കോബ്ര എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മൂർഖൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. കേരളത്തിൽ ഒരിനം മൂർഖൻ പാമ്പേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജില്ലകളിൽ പല ജില്ലകളിൽ പല പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു. മൂർഖനെന്നും സംസ്കൃതത്തിൽ സർപ്പമെന്നും നാഗമെന്നും നല്ലാത്താൻ പാമ്പെന്നും ഒറ്റപ്പത്തിക്കാരൻ എട്ടുപത്തിക്കാരൻ എന്നും അങ്ങനെ ഒട്ടേറെ പേരുകളിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇവരൊരിക്കലും അപകടകാരികളല്ല. ഇതിപ്പോൾ ഇങ്ങനെ പത്തി വിരിച്ച് നിൽക്കുന്നത് തന്നെ പേടിച്ചിട്ട് അദ്ദേഹം എന്നെ ഇപ്പോൾ കൊല്ലുമോ അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ഉപദ്രവിക്കുമോ എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. അതായത് ഇവർ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന് കണ്ണുണ്ട്, കാണാൻ സാധിക്കില്ല. പാമ്പിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ജാതി മത രാഷ്ട്രീയ മറ്റൊന്നുമില്ല. കാരണം ഇവരെല്ലാവരും ഒരുപോലെ ഒരു നിഴലായി മാത്രം കാണുന്നു. അതുപോലെ ഇവർ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒട്ടനവധി മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. പാമ്പുകളെ നമ്മുടെ പേർലിയർ പറയുന്നു പാമ്പുകൾക്ക് വിഷമുണ്ടെന്ന്. ലോകത്തിലെ മണ്ടത്തരമായ ഒരു വാക്കാണത്. ലോകത്ത് ഒരു പാമ്പിനും വിഷമില്ല. പാമ്പിനുള്ളത് വിഷമല്ല, വെനമാണ്. വെനമെന്ന് പറഞ്ഞാൽ അർത്ഥം വിഷമെന്നല്ല, ഔഷധമാണ്, മെഡിസിനാണ്, പ്രോട്ടീനാണ്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കും ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ചാൽ അലിയിപ്പിക്കുന്ന മരുന്നുമൊക്കെ ഈ സാധുജീവിയുടെ കണ്ണിന്റെ പുറയിലിരിക്കുന്ന ദഹനഗ്രന്ഥി എന്നറിയപ്പെടുന്ന ആ ഗ്ലാൻഡിലാണ് വെനമെന്നറിയപ്പെടുന്ന ആ ഔഷധം ഇരിക്കുന്നത്. ലോകത്ത് തൊലി ഉരിഞ്ഞ് ഡ്രസ്സ് മാറുന്ന ഒരു ജീവിയാണിത്. ഇവയ്ക്ക് മാത്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത്. അതുമാത്രമല്ല, ഇവ ചുമ്മാതെ വന്ന് ആരെയും ഉപദ്രവിക്കാറില്ല. ഇവയൊക്കെ നമ്മുടെ മിത്രങ്ങളാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇവയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവയുടെ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ ഇവയുടെ സൗന്ദര്യം ഇതുപോലെ നിലനിർത്താൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അത് ഇവർ മാത്രമാണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചട്ട പൊഴിക്കുന്ന ജീവിയാണ്. പാമ്പിനെ തൊടുകയോ തലോടുകയോ ചെയ്താൽ കൈകളിൽ അലർജികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പാമ്പിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്നത് ജലാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അതുമാത്രമല്ല ഇവ തണുത്ത രക്തമുള്ള ജീവിയാണ്. അതുകൊണ്ട് പാമ്പുകളെ ഭയപ്പെടേണ്ടതില്ല. ഇവയൊക്കെ നമ്മുടെ മിത്രങ്ങളാണെന്നും മനസ്സിലാക്കുക. മണിയുണ്ടേൽ മറിയില്ല ഭൂലോകം. മണി മാറ്റേഴ്സ്